എറണാകുളം തിരുവാങ്കുളത്തെ 3 വയസ്സുകാരിയുടെ കൊലപാതകവുമായി ബന്ധപ്പെട്ട വിവരങ്ങളിലേക്കാണ് ഇനി വീണ്ടും പോകുന്നത്. കുട്ടിയെ പീഡനത്തിന് ഇരയാക്കിയത് അച്ഛൻ്റെ സഹോദരനാണ്. അച്ഛൻ്റെ സഹോദരൻ അറസ്റ്റിലായിട്ടുണ്ട്. ഇന്നലത്തെ ചോദ്യം ചെയ്യലിലാണ് കുറ്റം സമ്മതിച്ചത്. പുത്തൻകുരിശ് ഡിവൈഎസ്പിയുടെയും ആലുവ ഡിവൈഎസ്പിയുടെയും നേതൃത്വത്തിലുള്ള പ്രത്യേക സംഘമാണ് കേസ് അന്വേഷിക്കുന്നത്. സുധീഷ് ഗോപാൽ ചേരുന്ന വിവരങ്ങളുമായി. സുധീഷ്, അച്ഛൻ്റെ സഹോദരൻ അറസ്റ്റിലായിരിക്കുന്നു. ഈ വിഷയത്തിൽ എങ്ങനെ ഈ പീഡനം നടന്നു? ഇതുമായി ബന്ധപ്പെട്ട് പോലീസ് നൽകുന്ന വിവരങ്ങൾ എന്തൊക്കെയാണ്? വീണ, ഈ കുട്ടിയുടെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടാണ് ഇതിൽ ഏറ്റവും നിർണായകമായത്. പോസ്റ്റ്മോർട്ടം ചെയ്ത ഡോക്ടർമാർക്ക് സമയത്ത് ഈ കുട്ടി പീഡനത്തിന് ഇരയായിട്ടുണ്ട് എന്ന് വ്യക്തമാവുകയായിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇത് സംബന്ധിച്ച വിവരങ്ങൾ പോലീസിന് കൈമാറി. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ആ കുട്ടിയുടെ അമ്മയെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ കുട്ടിയുടെ അമ്മയുമായി ഈ വിഷയം സംസാരിച്ചു. അതിനുശേഷം ചില സൂചനകൾ അവിടെ നിന്ന് ലഭിച്ചു എന്നതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. അതിനെ തുടർന്നാണ് കുട്ടിയുടെ അച്ഛൻ്റെ ബന്ധുക്കളെല്ലാം തന്നെ, ഇതിൽ ഏറ്റവും പ്രധാനമായി പറയേണ്ടത്, ഈ കുട്ടി ഉണ്ടായതിനു ശേഷം കുട്ടിയുടെ അമ്മയെ പോലും അധികം ആ കുട്ടിയുടെ അമ്മയുടെ വീട്ടിലേക്ക് വിട്ടയച്ചിരുന്നില്ല. കുട്ടിയുടെ അച്ഛൻ്റെ വീട്ടിൽ തന്നെയായിരുന്നു കൂടുതൽ സമയവും കുട്ടി ചിലവഴിച്ചിരുന്നത്. ആ ഒരു സമയത്ത് കുട്ടിയെ അംഗനവാടിയിൽ കൊണ്ടാക്കുന്നതിന് അടക്കം കൂടെ നിന്നിരുന്ന, എല്ലാ കാര്യങ്ങളിലും ഒപ്പം നിന്നിരുന്ന കുട്ടിയുടെ അച്ഛൻ്റെ സഹോദരനാണ് ഇപ്പോൾ പീഡിപ്പിച്ചതെന്ന നിലയിലേക്കാണ് അന്വേഷണം വന്നെത്തി നിൽക്കുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ കുട്ടിയുടെ അച്ഛൻ്റെ സഹോദരനെ, ഇളയ സഹോദരനെ ഇപ്പോൾ പോലീസ്, പുത്തൻകുരിശ് പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നു. പോക്സോ നിയമപ്രകാരവും ബാലനീതി നിയമപ്രകാരവുമുള്ള വകുപ്പുകൾ ചുമത്തിയാണ് അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇന്നലെ ഇതുമായി ബന്ധപ്പെട്ട് കുട്ടിയുടെ അടുത്ത അച്ഛൻ്റെ ബന്ധത്തിലുള്ളവരെ പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ചു വരുത്തി ചോദ്യം ചെയ്തിരുന്നു. ആ വിശദമായ ചോദ്യം ചെയ്യലിനെല്ലാം ഒടുവിലാണ് ഇയാളാണ്, ഈ അച്ഛൻ്റെ സഹോദരനായ ബന്ധുവാണ് കുറ്റം ചെയ്തിരിക്കുന്നത് എന്നതിലേക്ക് പോലീസ് എത്തിയത്. അതിനെ തുടർന്ന് വിശദമായ ചോദ്യം ചെയ്യലിൽ ഈ കുട്ടിയുടെ അച്ഛൻ്റെ സഹോദരൻ കുറ്റം സമ്മതിക്കുകയും ചെയ്തു. നിരന്തരമായി പീഡിപ്പിച്ചിരുന്നു എന്നത് തന്നെയാണ് കുട്ടിയുടെ അച്ഛൻ്റെ സഹോദരൻ ഇപ്പോൾ പോലീസിനോട് സമ്മതിച്ചിട്ടുള്ളത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇനിയും അറസ്റ്റ് രേഖപ്പെടുത്തിയ നിലയ്ക്ക് ഇനിയും വൈദ്യപരിശോധന നടത്തി അതിനുശേഷം കോടതിയിൽ ഹാജരാക്കുകയും ചെയ്യണം. കോലഞ്ചേരി കോടതിയിലായിരിക്കും ഹാജരാക്കുന്നത്. തുടർന്നും വിശദമായ ചോദ്യം ചെയ്യലിനും ഇത് സംബന്ധിച്ച കൂടുതൽ വ്യക്തത വരുത്തുന്നതിനുമെല്ലാമായി കസ്റ്റഡിയിൽ വാങ്ങുമെന്നും പോലീസ് പറയുന്നുണ്ട്. ഇതേ സാഹചര്യത്തിൽ ഇന്ന് കുട്ടിയുടെ അമ്മയും കസ്റ്റഡിയിൽ വാങ്ങും. കസ്റ്റഡിയിൽ വാങ്ങിക്കഴിഞ്ഞാൽ തെളിവെടുപ്പും ഒപ്പം ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ വ്യക്തത വരുത്തേണ്ടതുണ്ട്. ഈ കുട്ടിയുടെ അച്ഛൻ്റെ സഹോദരനും അമ്മയുമായി ഏതെങ്കിലും തരത്തിലുള്ള ബന്ധമുണ്ടോ, സാമ്പത്തിക ഇടപാടുകളുണ്ടോ, മറ്റേതെങ്കിലും തരത്തിൽ കുട്ടിയുടെ അമ്മയെ കുട്ടിയുടെ അച്ഛൻ്റെ സഹോദരൻ മാനസികമായി പീഡിപ്പിക്കുകയോ ഭീഷണിപ്പെടുത്തുകയോ ചെയ്തിട്ടുണ്ടോ എന്നതിൽ അടക്കമുള്ള കാര്യങ്ങളിൽ കൂടുതൽ വ്യക്തത വരുത്തേണ്ടതുണ്ട്. ഇപ്പോൾ നിരന്തരമായി കുട്ടിയെ പീഡിപ്പിച്ചിരുന്നു എന്ന കാര്യം കുട്ടിയുടെ അച്ഛൻ്റെ സഹോദരൻ സമ്മതിച്ചിട്ടുണ്ട്. അതിൻ്റെ കൂടി അടിസ്ഥാനത്തിലാണ് അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. വീണ. ഓക്കെ, ശരി സുധീഷ്.